നമുക്കൊന്ന് തൃശൂരിലേക്ക് പോകാം. ചികിത്സയിൽ കഴിയുന്ന ഷൈൻ ടോം ചാക്കോയെ സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ, ഷൈൻ ടോം ചാക്കോയെ ഇന്നലെയാണ് തൃശൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ ആശുപത്രിയുടെ ഉള്ളിലേക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം ആരൊക്കെയുണ്ട്? സുജയ, ഇന്നലെ രാത്രി ഏകദേശം 10 മണിക്ക് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെയും ബന്ധുക്കളെയും, അതായത് മാതാവിനെയും സഹോദരനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കൈക്ക് കാര്യമായ പരിക്കുണ്ട്. ഇവിടെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തണമെന്നതാണ് പ്രാഥമികമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാരെത്തി വിശദമായ പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ഷൈൻ ടോം ചാക്കോയെ കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ചാക്കോയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറ്റൊരു ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ന്യൂസിലൻഡിൽ നിന്ന് എത്തിച്ചേരാനുണ്ട്. അതിനുശേഷമായിരിക്കും നാളെയോ മറ്റന്നാളോ ആയിരിക്കാനാണ് സംസ്കാര ചടങ്ങുകളാവുക. അതോടൊപ്പം തന്നെയാണ് ശസ്ത്രക്രിയ ഉൾപ്പെടെ ആവശ്യമെങ്കിൽ വിശ്രമം ആവശ്യമാണ്. അത്തരത്തിൽ ഏത് രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകണമെന്നത് ആ ഡോക്ടർമാരെത്തി പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടത്തണമെന്ന കാര്യത്തിൽ പോലും അന്തിമ തീരുമാനമെടുക്കൂ. കാരണം അദ്ദേഹത്തിന് ചാക്കോയുടെ പത്നി, അതായത് ഷൈൻ ടോം ചാക്കോയുടെ മാതാവിൻ്റെ ഇടുപ്പല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയ ഗൗരവമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വേണ്ടിവരും എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശസ്ത്രക്രിയ ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും നടത്താനാണ് സാധ്യത. ഇതിനെല്ലാം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കുക ഡോക്ടർമാരുടെ പരിശോധനയും അതുപോലെ തന്നെ 2 മക്കൾ വിദേശത്ത് എത്തിയതിനു ശേഷം ആയിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയെ മുറിയിൽ കാണുകയാണ്. എന്താണ് സംഭവിച്ചത്, ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും സഹായങ്ങൾ വേണമോ എന്നതടക്കമുള്ള എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ച് അറിയുകയാണ്. ഷൈൻ ടോം ചാക്കോയുടെ സഹോദരന് കാര്യമായ പരിക്കുകളൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്കാണ് കുറച്ച് ഗൗരവമായിട്ടുള്ള പരിക്കുകളുള്ളത്. ഗൗരവമായ ശസ്ത്രക്രിയ ആവശ്യം ഉള്ള പരിക്കുകൾ ഉള്ളത് ഷൈൻ ടോം ചാക്കോയുടെ മാതാവിനാണ്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കൈകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന്, ഇന്നലെയൊക്കെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് എല്ല് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ശരിയാക്കാനാകൂ എന്നതാണ് ഇന്നലെ ധർമ്മപുരിയിൽ നിന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അവിടെ ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ 4-5 ദിവസം ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വരും. അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തൃശ്ശൂരിലെത്തിക്കുക, തൃശ്ശൂരിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള മറ്റു ചികിത്സകൾ പൂർത്തിയാക്കുക. അല്ലെങ്കിൽ ആ ചികിത്സയ്ക്ക് ഇടയിൽ ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ കൂടി പൂർത്തീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എത്രയും പെട്ടെന്ന് തിരക്ക് പിടിച്ച് തൃശ്ശൂരിലേക്ക് വന്ന് തൃശ്ശൂരിലെ ശക്തൻ നഗറിലുള്ള സൺ ഹോസ്പിറ്റലിലാണ് ഷൈൻ ടോം ചാക്കോയെയും ബന്ധുക്കളെയും ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷനിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുജയ, വിവരങ്ങൾ നൽകുകയായിരുന്നു ജെയ്സൺ ചാമോളപ്പിൽ. ഷൈനും കുടുംബവും സഞ്ചരിച്ച വാഹനം ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഷൈനിന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ അമ്മയ്ക്ക് പരിക്കുണ്ട്, സഹോദരന് സാരമായ പരിക്കില്ല, ഷൈനിനും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് 2 സഹോദരങ്ങൾ കൂടി വിദേശത്ത് നിന്ന് വന്നതിന് ശേഷമായിരിക്കും ഷൈനിന്റെ പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ.